UAE പ്രഖ്യാപിച്ച പൊതുമാപ്പിൽ ശരീരം തളർന്നവരും മാനസികാസ്വാസ്ഥ്യമുള്ള ആളുകളുമൊക്കെ എങ്ങനെ അവരവരുടെ നാടണഞ്ഞു? പലപ്പോഴും നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ആരാണ് അവരെ സഹായിച്ചത്? സർക്കാർ സംവിധാനങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഒരു മലയാളിയുണ്ട്, പ്രവീൺ കുമാർ. വലിയ സന്തോഷം പ്രവീൺജി കാണാൻ കഴിഞ്ഞത്. പലയിടത്തു നിന്നായിട്ടും കേട്ടു ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ചിലപ്പോൾ കൂടെ ഡൽഹിയിലടക്കം പോയിട്ടുണ്ട് ആളുകളുടെ കൂടെ. ഇതെല്ലാം പൊതുമാപ്പെല്ലാം കഴിഞ്ഞപ്പോൾ തോന്നുന്ന ഒരു ആത്മസംതൃപ്തിയാണ്. വളരെ 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 സാറ്റിസ്ഫൈഡ് ആണ്. വളരെ സന്തോഷമുണ്ട്. നമുക്ക് രണ്ട് വർഷത്തെ ആംനസ്റ്റിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ഗവൺമെൻറ് എക്സ്റ്റെൻഡ് ചെയ്ത് 4 മാസത്തേക്കാക്കി. ഇനി അത് കുറേ ആൾക്കാർ, ഏകദേശം 2.5 ലക്ഷം ആൾക്കാരോളം അത് പ്രയോജനപ്പെടുത്തി. ഇന്ത്യക്കാരും കുറേയധികം പ്രയോജനപ്പെടുത്തി. അവർക്കെല്ലാം കുറേ പേര് പോയിട്ട് നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ അൺഅറ്റൻഡഡ് ആയിട്ടുള്ള പേഷ്യൻസ്, ഹോസ്പിറ്റലിൽ കിടക്കുന്ന പേഷ്യൻസിനെ സഹായിക്കാനായിരുന്നു. അത് കോൺസുലേറ്റുമായിട്ട് ചേർന്നിട്ട് ഇന്ത്യൻ കോൺസുലേറ്റ് എല്ലാ ഹോസ്പിറ്റലും അന്വേഷിച്ച് അവിടെ ഏതൊക്കെ പേഷ്യൻസ് ഉണ്ട്, ഏതൊക്കെ പേഷ്യൻസ് ലീഗലായിട്ട് പോകാൻ പറ്റും, ഇല്ലെങ്കിൽ എന്തെങ്കിലും കേസ് ഉള്ളവർക്ക് നമുക്ക് പോകാൻ പറ്റില്ല. കേസ് ഇല്ല, ഈ ലീഗലായിട്ട് ഫ്രീ ആയിട്ടുള്ള ആൾക്കാരെ എല്ലാം നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു 100% ആൾക്കാരെ നമ്മൾ ഈ പ്രാവശ്യം ആംനസ്റ്റിയിൽ നാട്ടിവിട്ടിട്ടുണ്ട്. എത്രത്തോളം ആളുകൾ വിട്ടിട്ടുണ്ടാവും? ഞാൻ തന്നെ ഏകദേശം ഒരു 15-20 പേരെ മിനിമം ഈ മെഡിക്കൽ കേസസ് മാത്രം വിട്ടിട്ടുണ്ട്. അത് കൂടാതെ നോർമൽ കേസസ് ഉള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ഇവിടുന്ന് വിട്ടിട്ടുണ്ട്. മെഡിക്കൽ കേസസ് ആണ് ഏറ്റവും അധികം കൂടുതൽ മറ്റുള്ളവർ ശ്രദ്ധിക്കാതിരുന്ന ഒരു മേഖല എന്ന് പറയുന്നത്. ആരും ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു മേഖലയാണ് ആക്ച്വലി ഇത്. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ ബേസിക്കലി റാഷിദ് ഹോസ്പിറ്റൽ, ദുബായ് ഹോസ്പിറ്റൽ, അങ്ങനെ NMC, അങ്ങനെ വലിയ കുറേ എല്ലാ ഹോസ്പിറ്റലുമായിട്ട് ചേർന്നിട്ട് അവിടുത്തെ PRO ആയിട്ടുള്ള കോർഡിനേഷനിൽ ഈ പേഷ്യൻസിന് ഡീറ്റെയിൽസ് എടുക്കുകയും അവരുടെ വീടുമായിട്ട് അവരുടെ നാടുമായിട്ട് കോൺടാക്ട് ചെയ്ത് കേരളത്തിൽ മാത്രം ഇന്ത്യ ഒട്ടാകെ എല്ലാ സ്ഥലത്തുള്ള ആൾക്കാരും നമ്മൾ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ പോലും നാടണയാൻ പറ്റുമെന്ന് പ്രതീക്ഷയില്ലാതിരുന്ന ആളുകൾ അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അത് ഇഷ്ടംപോലെ അതിനകത്ത് ആൾക്കാർ, ഇതിനകത്ത് ഒരു 50% അല്ലെങ്കിൽ 100% ആൾക്കാർ നാട്ടിൽ എത്താൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലായിരുന്നു ആക്ച്വലി. ഇവിടെ തന്നെ അവരുടെ ജീവിതം ഓരോരോ പ്രോബ്ലത്തിലായിട്ട് അവർക്ക് വന്ന സാഹചര്യം ഇല്ല. മുഹമ്മദ് ഇല്യാസ് എന്ന വലിയ എക്സാമ്പിളാണ്. പിന്നെ റോഡിൽ കിടന്ന ആംബുലൻസ് എടുത്ത് റാഷിദ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പുള്ളി കംപ്ലീറ്റ്ലി കൊളാപ്സിലായിരുന്നു. പുള്ളി വെന്റിലേറ്ററിലായിരുന്നു. പുള്ളിയുടെ സ്കൾ സർജറി ചെയ്ത് പുള്ളി ഒരിക്കലും ഇത്രയും റിക്കവർ ചെയ്യാവുന്ന പുള്ളി പോലും ഒരു ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ്. ഇല്യാസിന്റെ കൂടെ ഡൽഹിയിൽ പോയോ? ഞാൻ മുഹമ്മദ് ഇല്യാസിന്റെ കൂടെ ഡൽഹിയിൽ പോയി. അവരുടെ പേരൻസ് എയർപോർട്ടിൽ വന്നു. ഞാൻ അവരെ ഹാൻഡ് ഓവർ ചെയ്തു. അവരും വളരെ സന്തോഷം. അവർ UP-കാരാണ്, പക്ഷേ ഡൽഹി UP ബോർഡർ അവർ താമസിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സൈക്കോളജിക്കൽ പ്രശ്നമുള്ള സൈക്കോളജി ഇഷ്യൂസ് നമ്മൾ ഇവിടുത്തെ ദുബായ് ഹോസ്പിറ്റലുണ്ട്, സൈക്കോളജി ഹോസ്പിറ്റലുണ്ട്. പിന്നെ അവിടെ കുറേ പേഷ്യൻസിന് നമ്മൾ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തിരുന്നു. അതിൻ്റെ അകത്ത് ഒരു എക്സാമ്പിളാണ് ഖലീൽ അഹമ്മദ്. ഒരു പേഷ്യൻ്റ് ആയിരുന്നെങ്കിലും പക്ഷേ പോകുന്ന സമയത്ത് പുള്ളി ഒരു ശരിക്കും ഒരു എന്താ പറയുന്നത്, ആ ഹോസ്പിറ്റലിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് ആയിരിക്കും. അവിടുത്തെ നഴ്സുമാരുടെ ഒരു ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ബ്ലെസ്സിങ്സ് ആണ്. പുള്ളി ഭയങ്കര നല്ല ഒരു നോർമൽ ആളെ പുള്ളി എനിക്ക് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. പുള്ളി UP-കാരനായിരുന്നു ആക്ച്വലി ഖലീൽ. ഈ ആശുപത്രികളുടെ ഒക്കെ ഒരു സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു ഇക്കാര്യത്തിൽ? ഇവിടുത്തെ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ പേയ്മെൻറ്റോ അല്ലെങ്കിൽ ബില്ലോ ഒന്നും അവരെ അപേക്ഷിച്ച് ഒരു പേഷ്യൻറ്റിനെ ഒരു ക്രിട്ടിക്കലായിട്ട് വരുന്ന പേഷ്യൻറ്റിനെ അപേക്ഷിച്ച് അവർക്ക് ഇഷ്യൂ അല്ല. അവർക്ക് നമ്മുടെ എങ്ങനെ നമ്മളെ ബാക്ക് ടു നോർമൽ ആക്കാം, അതിനുശേഷം അവർ ബില്ലിനെ കുറിച്ച് സംസാരിക്കത്തുള്ളൂ. ഇവിടെ ബില്ലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എത്രയോ ആൾക്കാർ നമ്മുടെ ആൾക്കാർ ബില്ല് കൊടുക്കാതെ ഇവിടുന്ന് പോകുന്നുണ്ട്. ഞാനൊരു പേഷ്യൻറ്റിനെ ഇവിടുന്ന് കഴിഞ്ഞ ഈ കോവിഡ് സമയത്താണ് 1.6 മില്യൺ ദിർഹംസ്. പുള്ളി എത്രയോ മാസങ്ങൾ വെന്റിലേറ്ററിലായിരുന്നു. പുള്ളിയുടെ പേര് രാജേന്ദ്രൻ. പുള്ളി കാസർഗോഡുകാരൻ. പുള്ളി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പുള്ളി 1.6 മില്യനാണ് പുള്ളിക്ക് ബില്ല് റൈറ്റ് ഓഫ്. അതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നാണ് ആലോചിക്കണം. നമ്മുടെ നാട്ടിലൊക്കെ ഇത് പറ്റുമത്. പക്ഷെ ഇവിടെ പല ആളുകളും പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുള്ളത് ആശുപത്രിയിൽ പോകണം, ചികിത്സിക്കാൻ പൈസയില്ല, അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കും. ഹോസ്പിറ്റലിൽ കോസ്റ്റ് ഉണ്ടല്ലോ. ഇവർ അറ്റ്ലീസ്റ്റ് നമ്മൾ കോസ്റ്റ് എങ്കിലും ബെയർ ചെയ്യണം. ഇപ്പോൾ പഴയതുപോലെ ഇപ്പം നോർമലി ഇവിടെ ഉള്ള ആൾക്കാർ നോർമലി പലരും ഇൻഷുറൻസ് എടുക്കാറില്ല. അപ്പോൾ ഇൻഷുറൻസിൻ്റെ ഒരു ഇഷ്യൂസ് ഇപ്പോഴും ഇവിടെ നടക്കുന്നുണ്ട്. എന്നാലും എൻ്റെ ഒരു നോട്ടിൽ പല കേസിലും ഹോസ്പിറ്റലിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ ഇപ്പം ഏർലി ആസ് പോസിബിൾ ഇവിടെ ഈ മെഡിക്കൽ ഇൻഷുറൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതുപോലെ വിസിറ്റ് വിസ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഈ ട്രാവൽ ഇൻഷുറൻസ് മസ്റ്റ് ആയിരിക്കണം. സെയിം ലൈക്ക് യൂറോപ്പിലോ അല്ലെങ്കിൽ UK-ലെ പോലെ. അതൊന്നും നമുക്ക് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ആൾക്കാർക്കാണ് ബുദ്ധിമുട്ട് വരും ഇവിടെ വന്ന്. ഇതോടൊപ്പം തന്നെ ഈ നോർക്കയുടെ ഒരു സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു പ്രവീൺജിയുടെ? ഞാൻ നോർക്കയുടെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഒരു കോർഡിനേറ്റർ ആയിരുന്നു. നോർക്ക എല്ലാ കാര്യവും ഇപ്പോൾ ഒരു സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയും. ഇവിടെ ഒരു പേഷ്യൻറ്റ് ഞാൻ ഈ കഴിഞ്ഞ ഒരാഴ്ച ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തിരുന്നു. പുള്ളിയുടെ വീട് കണ്ണൂരാണ്. പുള്ളിക്ക് ഇപ്പോൾ ഇൻഡിഗോയിലാണ് പുള്ളിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പുള്ളിയെ കൊണ്ടുപോയി. അപ്പോൾ പുള്ളി ഇൻഡിഗോ കൊച്ചിയിലാണ്. നമുക്ക് കൊച്ചിയിൽ നിന്ന് പുള്ളിയെ കണ്ണൂർ വരെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ നോർക്കയാണ് ഫ്രീ ആംബുലൻസ് തരുന്നത്. നമുക്ക് കേരളത്തിൽ ഏത് സ്ഥലത്ത് നിന്ന് ഏത് എയർപോർട്ടിൽ നിന്ന് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് ഫ്രീ ആംബുലൻസ് ഉണ്ട് നോർക്കയുടെ. പ്രവീൺജി, ഇതോടൊപ്പം തന്നെ മൈ പാൻഡമിക് ഡേയ്സ് എന്ന് പറയുന്ന പുസ്തകം പ്രവീൺജിയെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ്. എനിക്ക് തോന്നുന്നു കോവിഡ് കാലം
അന്ന് ചെയ്തിട്ടുള്ള effort? അന്ന് കോവിഡ് സമയത്ത് നമുക്ക് പുറത്തിറങ്ങാനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാനോ അല്ലെങ്കിൽ പുറത്തോട്ടോ എന്ത് ആക്ടിവിറ്റിക്കും ബുദ്ധിമുട്ടായിരുന്നു. അന്ന് നമ്മൾ ഫസ്റ്റ് പേഷ്യൻറ്റിനെ ഇവിടുന്ന് നമ്മൾ സ്ട്രോക്ക് പേഷ്യൻ്റ് എയർ ആംബുലൻസിൽ നമ്മൾ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തിരുന്നു. കോവിഡ് പേഷ്യൻറ്റിനെ നമ്മൾ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തിരുന്നു ഒരു എയർ ആംബുലൻസിൽ. അതൊക്കെ ഒരു വലിയ ആ കോവിഡ് സമയത്ത് ഒരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിരുന്നു. ആ സമയത്ത് അത്രയും ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കോവിഡ് സമയം. ഇന്ത്യൻ കോൺസുലേറ്റ് വളരെ ഇന്ത്യൻ കോൺസുലേറ്റ് മെഡിക്കൽ കേസസ് ഒക്കെ ഞാൻ ഹാൻഡിൽ ചെയ്യാറുണ്ട്. അപ്പം കോൺസുലേറ്റും വളരെ സപ്പോർട്ടീവാണ്. പൊതുവെ കോൺസുലേറ്റിന്റെ ഈ മെഡിക്കൽ ഹെൽപ്പുകളൊക്കെ എങ്ങനെയാണ്? കോൺസുലേറ്റ് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അൺഅറ്റൻഡഡ് ആണ്. ഇപ്പോൾ നമുക്ക് ഒരു പേഷ്യൻ്റ് ഉണ്ട്, എവിടെയെങ്കിലും സ്ട്രോക്ക് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കുവാണെങ്കിൽ അവർ പിന്നെ എന്താ പറയുക, അവർക്ക് ഫിനാൻഷ്യലി അവർ ബാക്ക്വേർഡാണ്. അവർ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ കോൺസുലേറ്റ് വിൽ സപ്പോർട്ട്. അല്ലാതെ നമുക്കൊരു എംപ്ലോയർ ഉണ്ട്, ഈവൻ അവർ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലെങ്കിൽ പോലും കോൺസുലേറ്റ് സപ്പോർട്ട് ചെയ്യത്തില്ല. അല്ല ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ ഒരു എംപ്ലോയർ പിന്നെ അബ്സ്കൗണ്ടിങ് ആണ്, എംപ്ലോയി ഇവിടെ സ്റ്റക്ക് ആയിട്ടുണ്ട്, അത് ഫിനാൻഷ്യലി അവർക്ക് ബാക്ക് ഹോം ഒന്നുമില്ല, ദെൻ പിന്നെ പേഷ്യൻ്റ് അവർക്ക് കോൺസുലേറ്റിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. അവിടെ ടീമുണ്ട്, അവിടെ വെൽഫെയർ എന്ന് പറഞ്ഞ ടീമുണ്ട്. അപ്പോൾ പലർക്കും ഇത് അറിയത്തില്ല. ഇപ്പോൾ ആർക്കെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ കാര്യങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ അത് ഫിനാൻഷ്യലി അല്ല ഞാൻ പറയുന്നത്, ബേസിക്കലി എന്തെങ്കിലും മെഡിക്കൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ യു കൻ ഓൾവേസ് അപ്രോച്ച്. പ്രവീൺജിയുടെ കുടുംബം, നാട്? വൈഫ് ഇവിടെ വർക്ക് ചെയ്യുന്നു, 23 വർഷമാണ് ഞങ്ങൾ ദുബായിലുണ്ട്. വൈഫിൻ്റെ പേര് സുജിതയാണ്. മോളുടെ മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. മകൻ ഇവിടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പേര് ഗിരിധർ, മോളുടെ പേര് ഗൗരി. നാട്ടിൽ കൊല്ലത്ത് ബേസിക്കലി കൊല്ലം ഓച്ചിറയാണ് ആക്ച്വലി. കൊല്ലം നോർമലി കൊല്ലത്ത് ഓച്ചിറയായിട്ട് ഇങ്ങനെ പോകുന്നു. 22 ഞാൻ IT കൺസൾട്ടൻ്റ് ആണ്. ഏതായാലും വലിയ സന്തോഷം. കാണുന്ന പ്രേക്ഷകർ ഓർക്കുക, അത് UAE പ്രത്യേകിച്ച് ദുബായിലൊക്കെ മെഡിക്കൽ സപ്പോർട്ട് ഏതെങ്കിലും വിധത്തിൽ വേണ്ടി വന്നു കഴിഞ്ഞാൽ പ്രവീൺജി കൂടെ ഉണ്ടാകും. അത് കോവിഡ് കാലത്ത് നമ്മൾ കണ്ടതാണ്, പൊതുമാപ്പ് കാലാവധിയിലും നമ്മൾ കണ്ടതാണ്. ഇനിയും വലിയ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ നേരിട്ട് കാണുന്നത്. വലിയ സന്തോഷം. താങ്ക് യു.